بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ, മറ്റ് ബഹുമാന്യ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിലുപരി അടുത്തുനിന്നും അകലെ നിന്നും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശനിവാസികളായ ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന പ്രത്യേകം ഏവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൃത്യമായ മതത്തിൻ്റെ ദർശനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി
ഓരോ കാലഘട്ടത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചയക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ. ഒരു സമൂഹത്തിലേക്കും താക്കീതുകാരൻ വന്നിട്ടില്ലാതെ ഇല്ല. അപ്പൊ എല്ലാ സമൂഹത്തിലേക്കും അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാരുടെ കാലശേഷം മതത്തിൽ പല അബദ്ധങ്ങളും ആളുകൾ കടത്തിക്കൂട്ടുകയുണ്ടായി. എന്നാൽ ഈ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായിക്കൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയക്കുമ്പോൾ ഇനി ആ പ്രവാചകന് ശേഷം ഖിയാമത്ത് നാൾ വരെ മറ്റൊരു പ്രവാചകൻ കടന്നു വരാനില്ല. അവിടുന്ന് പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെയുള്ള ജനത ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമായ കാര്യങ്ങളിൽ എണ്ണിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട എന്ന് പറയുന്നവരാരെയും നമുക്ക് കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. എത്രത്തോളം മതത്തിൻ്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളാത്ത ആളുകൾ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്ക് പറയാനുള്ള വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ 100ഓളം വരുന്ന നവോത്ഥാന നായകന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയ മൈക്കിൾ അച്ചാട്ട്, ദി 100 ബൈ മൈക്കിൾ അച്ചാട്ട് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം 100 നവോത്ഥാന നായകരിൽ ഒന്നാമത്തെ സ്ഥാനം കൊടുത്തതാർക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അദ്ദേഹം ആ പ്രവാചകനെ കുറിച്ച് പറയുന്നു, ദി മോസ്റ്റ് ഇൻഫ്ലുവൻസ്, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ പോലും എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു ആൽഫബറ്റിക് ഓർഡറിലല്ലാതെ ഒന്നാമത്തെ സ്ഥാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ അദ്ദേഹം പറയാണ്, അജ്ഞതയുടെ പടുകുഴിയിൽ മുങ്ങിക്കുളിച്ചിരുന്ന സമൂഹത്തെ നീതിയുടെ പതാകയുമായി കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിക്കാൻ മാത്രം ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ച നവോത്ഥാന നായകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയാണ്. തീർന്നിട്ടില്ല. നിങ്ങൾ നോക്ക്, ഇസ്ലാം മതത്തെ സ്വീകരിക്കാത്ത ആളുകൾ പോലും, ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിലൊക്കെ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ തൻ്റെ ഭവിഷ്യത് പുരാണത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യദസ്മിൻ അന്തരേ മ്ലേച്ഛാചാര്യേന സമുന്നിത മഹാമതിരിക്കാത ശിഷ്യശാഖ സമുന്നിത. അങ്ങനെ ഇരിക്കുമ്പോൾ വിദേശീയനായൊരു പ്രവാചകൻ കടന്നു വരും. അദ്ദേഹം മുഹമ്മദ് എന്ന് ഖ്യാതി നേടും. അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് കൂടെ വാഴും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകളാണ് കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യത് പുരാണത്തിലൂടെ രേഖപ്പെടുത്തുന്നത്. അപ്പം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിഷ്പക്ഷമായ രീതിയിൽ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ആ പ്രവാചകന്റെ സ്ഥാനം വാഴ്ത്തിപ്പറയലല്ലാതെ മറ്റൊന്നും സാധ്യമല്ല. എങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, അങ്ങനെയുള്ളൊരു പ്രവാചകനെ സ്നേഹിക്കണ്ട എന്ന് ഏതെങ്കിലും മുജാഹിദുകൾ പറയോ? പറയില്ല. ജനങ്ങളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ ഇട്ടുകൊടുത്തതാണ് മുജാഹിദുകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെ നിന്ന് പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസികളാവുകയില്ല. ഹത്താ, ഏതുവരെ എന്നറിയുമോ? അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല. ഞാൻ നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനായി തീരുന്നത് വരെ. ഏതിനേക്കാളും? മിൻ വാലിദിഹി വവലദിഹി, അവന്റെ മാതാപിതാക്കളെക്കാളും അവന്റെ സന്താനങ്ങളെക്കാളും അത്താടിയേകാനും അവലംബമേകാനും കൂടെ നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളെക്കാളും
കണ്ണിന് ആനന്ദം നൽകുന്ന തരുണീ മണികളായ മക്കളെക്കാളും ലോകത്തുള്ള മറ്റുള്ള മുഴുവൻ ജനങ്ങളെക്കാളും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണമെന്ന് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസം പൂർണ്ണാവില്ല എന്ന ഈമാനിന്റെ മാധുര്യം എന്താണെന്ന് എണ്ണി പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഹദീസിലൂടെ, സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങളിൽ ഒരു മനുഷ്യനിലുണ്ടായാൽ അതുകൊണ്ടവൻ ഈമാനിന്റെ മധുരം അനുഭവിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 കാര്യങ്ങളെ എണ്ണി പറയുമ്പോ ഒന്നാമതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാനല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്തുള്ള മറ്റുള്ള ഏതിനേക്കാളും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് അല്ലാഹുവിനെയാകണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകേണ്ടതുണ്ട്. ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാകണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 24-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലയോ, നിങ്ങളുടെ കുടുംബത്തെക്കാളും എത്രത്തോളം നിങ്ങളുടെ ഭാര്യമാരെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ സന്താനങ്ങളെക്കാളും നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവട സാമ്രാജ്യങ്ങളെക്കാളും നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഭവനത്തെക്കാളും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് അല്ലാഹുവിനെയാകണേ, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണമെന്നാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് അല്ലാഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അത് എത്രത്തോളം നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളുപരി. നോക്ക് നിങ്ങൾ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് എത്രത്തോളം ആ സ്നേഹം വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ സ്വന്തം ശരീരത്തെക്കാളുപരി എത്രത്തോളം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയാൻ, നബിയെ, ലോകത്ത് ഈ ഉമറിനെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അങ്ങയെയാണ് നബിയെ. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ എന്താണെന്നറിയോ? ഉമറേ, അത് പോരോ ഉമറേ, അത് പോരോ ഉമറേ, നിന്നെക്കാളുപരി നീ എന്നെ സ്നേഹിക്കുന്നത് വരെ നിന്റെ വിശ്വാസം പൂർണ്ണമാവില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയെ, അതിന് പോലും ഞാൻ തയ്യാറാണ്, എന്നെക്കാളുപരി ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയാണ് പ്രവാചകരെ എന്ന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് പ്രവാചകനെ, എങ്കിൽ അതിൽ സംശയമില്ല. എന്നാൽ ഇനി എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്? എങ്ങനെയാണ്? അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക വഴിയാണ്, ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യുക വഴിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹിക്കാനുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെന്ന് പറഞ്ഞോ അതിനെ സ്വീകരിക്കുക വഴി, ആ പ്രവാചകന്റെ ജീവിതചര്യകളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വഴി, അങ്ങനെയാണ് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാറുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വളരെ ഗൗരവപൂർവ്വം പഠിപ്പിച്ച പല കാര്യങ്ങളും ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അത് ഒഴിവാക്കുന്നൊരവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രവാചകന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണാൻ സാധിക്കും. 4-ാം അധ്യായം സൂറത്തുൻ നിസാ 59-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവിടെന്ന് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ,
അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കണേ, അള്ളാനെ അനുസരിക്കണേ. അവിടെ ഖുർആനിലെ ആയത്തിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അത്തിയുള്ള നിങ്ങൾ അള്ളാനെ അനുസരിക്കണം. പിന്നെ വറസൂൽ എന്ന് പറഞ്ഞാൽ മതി ഭാഷാപരമായിട്ട് നബിയെ അനുസരിക്കണമെന്ന് പറയാൻ. പക്ഷെ വീണ്ടും അവിടെ പറയുക അത്തിഉർ റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കണം. അത് നിരുപാധികമുള്ള അനുസരണമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലൊരു സംശയത്തിനിടയില്ല. അതിനതേപോലെ സ്വീകരിക്കാൻ, അനുസരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്ന് വീണ്ടും അല്ലാഹു തആല പറയുന്നത് എന്താ? വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ കൈകാര്യകർത്താക്കളായിട്ടുള്ളവരെയും നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അത് നിരുപാധികമായ അനുസരണമല്ല. അല്ലാഹു തആല പറഞ്ഞെടുത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മാനദണ്ഡങ്ങളിലൂടെ നിലകൊള്ളുന്നിടത്തോളം കാലം നിങ്ങളുടെ നായകന്മാർ അവർ നിങ്ങളോട് കൽപ്പിക്കുമ്പോ ആ നേതാക്കന്മാരെ അനുസരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലയോ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുടലെടുക്കുകയാണോ, ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉടലെടുക്കുകയാണോ, ഫർദൂഹു ഇലല്ലാഹി വറസൂൽ, ആ വിഷയത്തെ അല്ലാഹുവിലേക്ക് മടക്കിക്കോ. അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നിങ്ങൾ മടക്കിക്കോ. അല്ലാഹുവിലേക്കും റസൂലിലേക്കും ആ വിഷയത്തെ നിങ്ങൾ മടക്കണം. തർക്കമുണ്ടായി കഴിഞ്ഞാൽ അല്ലേ നമ്മളൊക്കെ കൂടി എന്ത് തീരുമാനം എടുക്കുന്നു എന്നല്ല, അള്ളാഹുവും പ്രവാചകനും ഏത് തീരുമാനത്തിലാണോ ആ തർക്ക വിഷയത്തെ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കാൻ വിശുദ്ധ ഖുർആന്റെ കൽപ്പന. അപ്പൊ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ മാത്രല്ല എത്രത്തോളം ഖുർആൻ പറഞ്ഞെന്നറിയോ? ആര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു പോയോ അവൻ അല്ലാഹനെ അനുസരിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ അത് അല്ലാഹനെ അനുസരിക്കലാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ പ്രവാചകനെ അനുസരിക്കേണ്ടതുണ്ട്. എങ്കില്ല അനുസരിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഖുത്ബ നടത്തുമ്പോ ആ ഖുത്ബയുടെ ആമുഖങ്ങളിൽ നിന്നോണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാറുള്ളൊരു വാചകമുണ്ടല്ലോ. അവിടുന്ന് സ്വഹാബാക്കൾ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദമുയരാറുണ്ടായിരുന്നു, അവിടുത്തെ മുഖം ചുകത്തു തുടിക്കാറുണ്ടായിരുന്നു. എത്രത്തോളം എന്നറിയോ? ഒരു യുദ്ധത്തിൽ ശത്രുസേനയെ ഏറ്റിടമുട്ടാൻ പോകുന്ന സൈന്യത്തിന്റെ സൈനാധിപൻ തന്റെ ശത്രുസേനക്കെതിരെ അവിടുന്ന് കൽപ്പന കൊടുക്കുന്ന പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടെ താക്കീത് ചെയ്യാറുള്ള ഒരു വിഷയമുണ്ടല്ലോ. മതത്തിൽ പുതുതായി കടന്നു വരുന്ന ആചാരങ്ങളെ സംബന്ധിച്ചാണ്, മതത്തിൽ പുതുതായി കടന്നു വരുന്ന ബിദ്അത്തുകളെ സംബന്ധിച്ചാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എത്ര സ്ഥലങ്ങളിലൂടെ പഠിപ്പിച്ചു പോയ വിഷയമാണെന്നോ. കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. മതത്തിലേക്ക് പുതുതായി കടന്നു വരുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അത് മുഴുവനും വഴിപിഴച്ചത് തന്നെയാണ്. വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴിപിഴച്ചു പോയതും നരകത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ ബിദ്അത്തായി മതത്തിലേക്ക് കടന്നു വരുന്ന ആചാരങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കർശനമായി വിലക്കാൻ കാരണം വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ സൂറത്ത് മാഇദയിലെ 3-ാമത്തെ വചനം അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിക്കുമ്പോ അസർ നമസ്കാര ശേഷം ഒട്ടകപ്പുറത്തിരിക്കുമ്പോ അല്ലാഹു തആല ഓതിക്കൊടുത്ത വചനത്തിലൂടെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ പൂർത്തീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുമ്പോ ഇനി ആ മതത്തിലേക്കൊന്നും കടന്നു വരാനില്ല, എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു പോയി, ഇനി ഒരു കാര്യം കൊണ്ടുവരല്ലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ഇനി കൊണ്ടുവന്നാലോ ഈ ആയത്തിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തി വെക്കാൻ
മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅ യറഅഹാ ഹസനാ. ആരെങ്കിലും മതത്തിൽ ഇനി പുതുതായ ഒരു ആചാരങ്ങളെ കൊണ്ടുവന്നാൽ യറാഹാ ഹസന, അതിനെ അവൻ നല്ലതായി കാണുക കൂടെ ചെയ്തു പോയാൽ ഫഖദ് സഇമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു പോയി എന്നവൻ വാദിച്ചിരിക്കുന്നു എന്ന് അവിടുന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ആരെങ്കിലും മതത്തിൽ ഒരു പുതിയ ആചാരത്തെ കൊണ്ടുവന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഞ്ചകനാണ് എന്നവൻ വാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ളവർ ഏറ്റവും അടിത്തറയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു വിഷയമല്ലേ, നിങ്ങൾ പുതുതായി മതത്തിലേക്കൊന്നും കൊണ്ടുവരല്ലേ. അതിനോട് ശക്തമായി എതിർക്കാൻ കാരണം എന്താ? ഒരു വിദഅത്ത് ഒരാളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ നോക്ക, സൂര്യൻ അങ്ങ് പടിഞ്ഞാറ് ഉദിക്കുന്ന ഒരു സമയം വരെ, ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന കാലം വരെ അവൻ അള്ളാഹുവിനോട് പൊറുക്കല് തേടിയാൽ അവന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലോ ഒരാളുടെ ജീവിതത്തിൽ ബിദഅത്തുണ്ടോ, ഒരാള് സാഹിബ് ബിദഅത്താണോ, ബിദഅത്തിന്റെ ഉടമയാണോ, അവന്റെ തൗബ അല്ലാഹുക്ക് വേണ്ട, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. ഇത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അവന്റെ തൗബ റബ്ബ് സ്വീകരിക്കില്ല. രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ? അവന്റെ പര്യാവസാനം എങ്ങനെയാണ്? വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, അവന്റെ പര്യാവസാനം നരകമാണ് എന്ന് പഠിപ്പിച്ചു തരുമ്പോ മൂന്നാമത്തെ വിഷയം നിങ്ങൾ ആലോചിച്ചു നോക്ക്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഹൗദുൽ കൗസർ മുക്കിക്കൊടുക്കുമ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, മുത്തുകളാലും പവിഴങ്ങളാലും അലങ്കൃതമായ കോപ്പകളാൽ സജ്ജീകരിക്കപ്പെടുന്ന പാനീയമാണ്. അതിന്റെ നിറമിതാ പാലിനെക്കാളും വെളുത്തുപോയൊരു നിറമാണ്. അതിന്റെ രുചി ഒരിക്കൽ കുടിച്ചവന് പിന്നീട് ദാഹമില്ല. അത്രത്തോളം ശ്രേഷ്ഠത പറഞ്ഞ ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുക്കിക്കൊടുക്കുമ്പോ ആ പ്രവാചകൻ പറയാണ്, എനിക്കും എന്റെ ഉമ്മത്തിലെ ചില ആളുകൾക്കുമിടയിൽ അള്ളാഹു മറിയിടുകയാണ്. ഞാൻ പറയും, ഇവരെന്റെ ഉമ്മത്താണ് അല്ലാ, ഇവരെന്റെ സമൂഹമാണ് റബ്ബേ. അല്ലാഹു തആല തിരിച്ചു പറയുമെന്നാണ് മലക്കിൽ അവിടുന്ന് പ്രവാചകരോട് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ ഇവരാരാണെന്നറിയോ? അങ്ങയുടെ കാലശേഷം മതത്തിൽ ഒരുപാട് ആചാരങ്ങളെ ഉണ്ടാക്കിയവരാണ്, അങ്ങയുടെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരാണ് നബിയേ. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? സുഹ്കൻ സുഹ്കാ, സുഹ്കൻ സുഹ്കാ, ദൂരെ പോ ദൂരെ പോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആട്ടിയോടിക്കുമ്പോ, എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരെ നിങ്ങളൊന്ന് ദൂരെ പോ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആട്ടിയോടിക്കുമെന്ന് ഹദീസുകളിൽ നമ്മൾ വായിച്ചെടുക്കുക. അതുകൊണ്ട് മതത്തിൽ ഒരു പുതിയൊരു ആചാരത്തെ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടുത്തെ സലഫുകളായ മുജാഹിദുകളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമുക്ക് നാടുകളിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അല്ലേ, ഇപ്പൊ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നബിദിന പരിപാടികളിലൊന്നും മുജാഹിദുകളെ കാണാനില്ല. അതെന്റെ ഏറ്റവും വലിയ കാരണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മാലമൗലിദുകളിൽ അതിലും നമ്മൾ പങ്കെടുക്കുന്നത് കാണാനല്ല. അപ്പത്തിൻ്റെ മുദ്ര കുത്താൻ ഇവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകനോട് മഹബത്ത് വെക്കുന്ന ഒരാൾക്കും ഇന്ന് നമ്മൾ കാണുന്ന നബിദിന പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജനിച്ചതിൽ സന്തോഷം വേണ്ടെന്ന് വേണം മുജാഹിദുകൾ പറയുന്നു. വേണം. അതെങ്ങനെ? നബിദിനുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ? തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോടൊന്ന് പറയാൻ അല്ലേ? സ്വഹാബാക്കളോട് ആ തിങ്കളാഴ്ച നോമ്പ്, അന്നൊരു നോമ്പെടുക്കണമെന്ന് സുന്നത്താണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അതിന് കാരണം ഹദീസിൽ പറഞ്ഞില്ല, ഫീഹി വുലിതോ, ആ തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുത്തോ. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചതിന്റെ സന്തോഷം ഭക്ഷണം കഴിച്ച് തീർക്കാനല്ല, അല്ലേ? ഇതാരും വേദനിപ്പിക്കാൻ പറയില്ല. വസ്തുത കൃത്യമായി പഠിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ നിങ്ങൾ നോമ്പെടുക്കണം. ഞാൻ ചോദിക്കട്ടെ, 2 കൊല്ലം മുമ്പ് റബീഉൽ അവ്വൽ 12 കടന്നു വന്നത് തിങ്കളാഴ്ച ദിവസമായിരുന്നു, അല്ലേ? ഒരു സുന്നത്ത് നോമ്പ് പഠിപ്പിക്കപ്പെട്ട റസൂലുള്ള ജനിച്ചതിന്റെ പേരിൽ നോമ്പെടുക്കണമെന്ന് റസൂലുള്ളാന്റെ നാവ് കൊണ്ട് പഠിപ്പിച്ച സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, അല്ലേ? സ്വാഭാവികമായിട്ട് ഈ പ്രസംഗത്തിനൊരു മറുപടി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാനിവിടെ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം, അതിന് മറുപടി. ഇതൊക്കെ സാധാരണ ഇവിടെ വരുന്ന സക്കാഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മറുപടിയായി പറയാൻ ഉദ്ദേശിക്കുന്ന ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ മുൻകൂട്ടി പറയാൻ, അല്ലേ? ഇനി അതിനൊരു മറുപടി ഉണ്ടെങ്കിൽ പറയട്ടെ. ഈ തിങ്കളാഴ്ച നോമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ചതിന്റെ സന്തോഷത്തിന് എടുക്കാൻ പറഞ്ഞത്, അന്ന് ഫുഡ് കഴിക്കാനല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, 2 കൊല്ലം മുമ്പ് ഒരു നബിദിനം തിങ്കളാഴ്ച ഉണ്ടായപ്പോ അന്ന് രാവിലെ മധുരപലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഹെവി ഫുഡോടുകൂടെ കെങ്കേമമാക്കിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എവിടെ? അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് നമ്മൾ എവിടെ സ്വീകരിച്ചു? ജന്മദിനാഘോഷിക്കാൻ തിങ്കളാഴ്ചത്തെ നോമ്പ് എന്ന് പറഞ്ഞ പോരല്ലോ. തെളിവായിട്ട് സാധാരണ ഇപ്പൊ മുസ്ലിയാക്കന്മാർ എല്ലായിടത്തും ധരിക്കാറുള്ളതാണ്. തിങ്കളാഴ്ചത്തെ നോമ്പെടുത്തോളാൻ പറഞ്ഞില്ലേ? സന്തോഷിക്കാൻ ഖുർആൻ സൂറത്ത് യൂനുസ് പറഞ്ഞില്ലേ? സൂറത്ത് യൂനുസ് പറഞ്ഞ് സന്തോഷിക്കാൻ, ആഘോഷിക്കാനല്ല, സന്തോഷിക്കാനാണ്. റസൂലുള്ളാഹി വന്നതിൽ സന്തോഷമില്ലാത്ത ആരാ എന്ന ലോകത്തുള്ളത്? എല്ലാവർക്കും സന്തോഷല്ലേ? ഇനി പ്രിയമുള്ളവരെ, ആ തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞപ്പോ നമ്മൾ നോമ്പെടുക്കാൻ തയ്യാറല്ല. എന്നാൽ മുജാഹിദുകളായ ആളുകൾ ജനങ്ങളോട് പറയുന്നത്, ആ തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുത്തോ. ഓരോ തിങ്കളാഴ്ച നമ്മളിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ നിയോഗിച്ചതിന്റെ പേരില് അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചതിന്റെ സന്തോഷം അവിടുന്ന് ഹദീസിൽ പറഞ്ഞ പോലെ ആ തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുത്തോ. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറയാൻ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് നമ്മൾ കാണുന്ന നബിദിനാഘോഷങ്ങളോട് നമ്മൾ എന്തുകൊണ്ടാണ് എതിരെ? ഞാൻ അവിടെ കൃത്യമായിട്ട് രേഖകൾ നിങ്ങളോട് പറയാൻ. ഇത് കൃത്യം നോക്കിയ സുന്നത്ത് മാസികയിലെ 2000-2001 ഇവിടത്തെ കാരന്തൂരി സമസ്തക്കാർക്ക് അറിയാലോ. അതിലൊക്കെ കൃത്യമായിട്ട് പറയാൻ. ഒന്ന് പറയുന്നത്, പ്രവാചകന്റെ മൗലിദാഘോഷത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഇമാം സുയൂത്തിയുടെ അഭിപ്രായത്തിൽ ജന്മദിനാഘോഷം കടന്നു വന്നത് ഹിജറ 600-കൾക്ക് ശേഷമാണ് എന്ന് പറയുന്നുണ്ട്. മറ്റൊരു സുന്നത്ത് മാസികയിൽ പറയുന്നുണ്ട്, ജന്മദിനാഘോഷം തുടങ്ങുന്നത് ഹിജറ 300-കൾക്ക് ശേഷമാണ്, 3 നൂറ്റാണ്ടിന് ശേഷമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞത്, ഇവർ തന്നെ എഴുതി വെച്ച മാസികകളിൽ കാണുന്നത്, പ്രവാചകന്റെ മൗലിദാഘോഷം എന്ന് പറയുന്ന ലേഖനത്തിൽ എഴുതി വെക്കുന്നത് ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് അബൂലഹബാണെന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ ഞാനിത് പറയാൻ, ഹിജറ 300-ന് ശേഷമാണ് ലോകത്ത് ആദ്യമായിട്ട് ഈ ആഘോഷങ്ങൾ നിലവിൽ വരുന്നത്, അല്ലേ? കൃത്യമായിട്ട് രേഖകളിലൂടെ പള്ളി ദർസുകളിൽ ഓതി പഠിക്കുന്ന ഫത്ഹുൽ മുഈനിന്റെ ഹാഷിയ സയ്യിദ് ബക്കരിയുടെ ഇആനത്തു താലിബീനിൽ രേഖപ്പെടുത്തി വെക്കാൻ, അന്ന അമലുൽ മൗലിദി ഹദസ ബഅദൽ ഖുർആനി സലാസ, 3 നൂറ്റാണ്ടിന് ശേഷമുണ്ടായതാണ്. പ്രവാചകന്റെ ഹിജറ 300 കൊല്ലങ്ങൾക്ക് ശേഷമുണ്ടായതാണ്. അപ്പൊ തന്നെ പ്രിയമുള്ളവരെ, അത് ബിദ്അത്തായില്ലേ? ഇനിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൽ ഹാബീലിൽ